ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ടു ആൾ. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം എത്തുനിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു കൃഷി റിലേറ്റഡ് വ്ളോഗുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു കൃഷി തന്നെയാണ് നമ്മുടെ ചീരകൃഷി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും ഈസിയായി ചെയ്യാൻ കഴിയുന്നൊരു കൃഷിയാണ് ചീരകൃഷി. ഒരു റിസ്ക്കും ഇല്ല, ഒരു ടെൻഷനും വേണ്ട. വളരെ കുറച്ച് മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ താനും. അപ്പം ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് ചീരകൃഷി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നൊരു എൻ്റെ ഒരു ഐഡിയയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാനിവിടെ 4 തൈകൾ ഇതിൽ നിന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രോ ബാഗിലോട്ട് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഗ്രോ ബാഗ് എന്ന് വെച്ചാൽ ഞാൻ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നത്, ആദ്യമേ കുറച്ച് കരിയില അതിൻ്റെ അടിയിലിട്ടിട്ടുണ്ട്. കരിയിലയോ ഉണക്കപ്പില്ലോ അതിൻ്റെ അടിയിലിട്ടിട്ടുണ്ട്. അതിനുശേഷം ആണ് മണ്ണ് നിറയ്ക്കുന്നത്. മണ്ണ് നിറയ്ക്കുന്നതിന് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ചട്ടിക്ക് അളവിന് മണ്ണിന്, ഒരു ചട്ടി അളവിന് മണലും, പിന്നെ ഒരു ചട്ടി അളവിന് ചാണകപ്പൊടിയും കൂടെ ചേർക്കും. അതിൻ്റെ ഒരു കൈപ്പിടി ഡോളോമൈറ്റ് ചേർത്ത്, ഒരു കൈപ്പിടി എല്ലുപൊടി, ഒരു കൈപ്പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് ഒരാഴ്ചയോളം കഴിഞ്ഞ് ട്രീറ്റ് ചെയ്തിട്ടിരുന്ന മണ്ണാണിത് ഗ്രോ ബാഗിലോട്ട് നിറച്ചിരിക്കുന്നത്. ഈ കരിയിലയോ ഉണക്ക പുല്ലോ ചേർത്ത് അടിയിലിട്ടതിന് ശേഷം ഏകദേശം 1/4 ഭാഗത്തോളം മണ്ണാണ് ഇപ്പം ഗ്രോ ബാഗിൽ നിറച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അതോ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾ കണക്കൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ആണ് നമ്മൾ ഈ ചീരേൻ്റെ തൈകൾ അതിന്മേൽ നടാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ ഒരെണ്ണം നട്ടിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ ഉറപ്പിച്ച് നിർത്തണം. ഇങ്ങനെ ഞാൻ ഒരു ഗ്രോ ബാഗിൽ മിനിമം 4-5 തൈകളാണ് നടുന്നത്. ചെറിയ തൈകളാണെങ്കിൽ 5, വലുതാണെങ്കിൽ 4 തൈകളാണ് നടുന്നത്. ഉണ്ടോ? വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു കൃഷി തന്നെയാണ്. ഒരു തുടക്കക്കാരിയാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു കൃഷിയല്ല നമുക്കിത് ചീരയെന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ഇതിൽ പ്രത്യേകിച്ച് വലിയ വിഷമമൊന്നുമില്ല. ഒരു 30 രൂപയൊക്കെ കൊടുത്താൽ കടയിൽ കൊടുത്താൽ ഹൈബ്രിഡ് ചീര വിത്ത് കിട്ടും. അത് പാവിയതാണിത്. അതിൽ വലിയ ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വെള്ളമൊക്കെ മഴയൊക്കെ വരുന്നെങ്കിൽ, ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമുക്കത് ഷെയ്ഡിൻ്റെ അടിയിലോട്ടൊക്കെ വയ്ക്കാം. അപ്പോൾ മഴവെള്ളമൊന്നും അധികം വീഴാതെയൊക്കെ അത് കെയർ ചെയ്യാൻ പറ്റും. അപ്പം വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്പേസ് വേണമെന്നില്ല, മണ്ണിൽ തന്നെ നടണമെന്നില്ല, തറയിൽ നടണമെന്നില്ല, ഗ്രോ ബാഗിൽ നടാം. വലിയ ആഴമുള്ള ഇതൊന്നുമല്ല ചീരയുടെ വേരുകളെന്ന് പറയണത്. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് ചീരയെന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ട്സ്, 3 ഗ്രോ ബാഗുകളിലായിട്ടാണ് ഞാൻ എൻ്റെ ചീരത്തൈ പറിച്ച് നട്ടിരിക്കുന്നത്. ഓരോന്നിലും 4 എണ്ണം വീതമാണ് നട്ടിരിക്കുന്നത്. ഇതിനിപ്പം ചെയ്യാൻ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഏകദേശം ഒരു 4-5 ദിവസത്തേക്ക് വെള്ളം 2 നേരം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് എടുത്ത് ഒഴിക്കരുത്. ഒഴിച്ചാൽ ഇത് ഒടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രം, ഇപ്പോൾ ഇതൊന്ന് സ്ഥിരമായതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരൊന്ന് പിടിച്ച് വളർന്നതിന് ശേഷം മാത്രം നമുക്ക് വളപ്രയോഗം നടത്തിയാൽ മതി. അപ്പം ഇത് നോക്കിയേ, ഇത് ഞാൻ ഏകദേശം 10 ദിവസം മുമ്പ് പിരിച്ചു വെച്ച തൈകളാണ്. 10-13 ദിവസമാവും, 2 ആഴ്ചക്കകത്തേ ആവത്തുള്ളൂ. പിരിച്ചു വെച്ച തൈകളാണ്. ഇതിപ്പോൾ ഒരെണ്ണത്തിൽ 3, 4, 5 വീതമൊക്കെ തൈകളുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. ഇതിന് ഞാൻ കൊടുത്ത വളമെന്ന് വെച്ചാൽ ഗോമൂത്രം എടുത്തിട്ട് അത് 10 ഇരട്ടി വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ ചീരയ്ക്ക് ഇതുവരെ ഇലപ്പുള്ളി രോഗമോ മറ്റുള്ള രോഗങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി മരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ കായം ഉണ്ടല്ലോ, സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായവും നമ്മുടെ വെളുത്തുള്ളിയും പിന്നീട് നമ്മളെ ബേക്കിംഗ് സോഡയും ഈക്വലായിട്ട് എടുത്തിട്ട്, ബേക്കിംഗ് സോഡയെന്ന് വെച്ചാൽ അപ്പക്കാരം, അത് 3 ഈക്വലായിട്ട് എടുത്തിട്ട് അരച്ച് ചേർത്തിട്ട്, പിന്നെ അതല്ലെങ്കിൽ വെളുത്തുള്ളിക്ക് പകരം മഞ്ഞൾപ്പൊടി ആയാലും മതി, ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ, അതൊരു ലിക്വിഡ് ഫോമിലാക്കി അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഇലപ്പുള്ളി രോഗവും മറ്റുള്ള ഇലകളിൽ ബാധിക്കുന്ന മറ്റുള്ള രോഗങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ട് ഈ ചീരയുടെ ഇലയിലോട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ തളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ മാത്രമേ തളിച്ചിട്ടുള്ളൂ. ഇപ്പം 3-4 ദിവസമായിട്ടുള്ളൂ ഞാൻ തളിച്ചിട്ട്. ഈ 10 ദിവസം വരെ പ്രത്യേകിച്ച് ഒരു വളപ്രയോഗം നൽകാതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഗോമൂത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു വളമല്ല. ഇപ്പോൾ എല്ലായിടത്തും പശുവൊന്നും ഉണ്ടാവണമെന്നില്ല. പശു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എടുക്കാനോ അത് പ്രയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചെയ്യാനുള്ളത് പച്ചച്ചാണകം ഉണ്ടല്ലോ, പച്ചച്ചാണകം ഒരു പിടി എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കി കൂടുതൽ വെള്ളമായിട്ട് യോജിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം.
എൻ്റെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗോമൂത്രം സാധാരണ അങ്ങനെ ഉപയോഗിക്കത്തില്ല ഇവിടെ. പിന്നെ അടുത്തൊരു വീട്ടിൽ പശു ഉണ്ടായതുകൊണ്ട് അവിടെ പോയി ഗോമൂത്രം കൊണ്ടൊഴിക്കുക പതിവ്. അതല്ലെന്നുണ്ടെങ്കിൽ നോർമലി ചെയ്യുന്നത് പച്ചച്ചാണകം ഇങ്ങനെ എടുത്തിട്ട് ഒരു ചിരട്ടയുടെ അളവിനൊക്കെയാണ് ഞാൻ പച്ചച്ചാണകം എടുക്കുന്നത്. അതൊരു ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് അത് ഇതിൻ്റെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും. അതിലിനി പ്രത്യേകിച്ച് നമുക്ക് സംശയങ്ങളൊന്നും വരാനില്ല കണ്ടോ. പിന്നെ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഞാനിതിൻ്റെ ചോട്ടിൽ മണ്ണ് ആദ്യമേ നമ്മൾ നടുന്ന സമയത്ത് കാൽഭാഗത്തോളം മാത്രമല്ലേ മണ്ണ് ഉണ്ടായിട്ടുള്ളൂ. ഒരു 6-7 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കുറേ മണ്ണും കൂടെ ഇട്ട് കൊടുക്കും. കുറേ മണ്ണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കണക്കെന്ന് വെച്ചാൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഡോളോമേറ്റും കൂടെയൊക്കെ ചേർത്ത ചാണകപ്പൊടിയും കൂടെ ചേർത്ത മണ്ണുണ്ടല്ലോ നമ്മളിതിലിട്ട പോട്ടിംഗ് മിക്സ്, അതേ മണ്ണ് തന്നെ അരഭാഗത്തോളം ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിപ്പം ചീരകൃഷിയിലെന്നുള്ളതല്ല, ഏതൊരു കൃഷി നമ്മൾ ഗ്രോ ബാഗ് ചെയ്താലും അതിന് മണ്ണ് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രോ ബാഗിൽ മണ്ണ് ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചീര ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമ്മുടെ മറ്റേ കൈ കൊണ്ട് ഒതുക്കി വെച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് മണ്ണിൽ വായു സഞ്ചാരം ഉണ്ടാകുന്നതിനും വേരുകൾ എളുപ്പത്തിൽ താഴോട്ട് പോകുന്നത്. അതിപ്പം മുളവിലായാലും ഈ ഗ്രോ ബാഗിൽ നടുന്ന വഴുതനയായിരുന്നാലും പയറായിരുന്നാലും ഏതൊരു കൃഷിക്ക് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എങ്കിൽ മാത്രമേ അവർ തഴച്ച് വളർന്നു വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ചോട്ടിലൊക്കെ പോയിട്ട് വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കുകയും ഇവരുടെ അടുത്തൊന്നൊന്ന് പരിഗണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും വളരെ സന്തോഷമാവും. നമുക്കതനുസരിച്ചുള്ള റിസൾട്ട് ഏത് കൃഷിയാണെങ്കിലും തരുകയും ചെയ്യും. അപ്പം ഫ്രണ്ട്സ്, ഇത് നോക്കിയേ, ഞാൻ കുറച്ച് ചീരത്തൈകൾ നിലത്ത് നട്ടിട്ടുണ്ട്. ഇതിലേതാണ് ഏറ്റവും ആദ്യം വളർന്നു വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിലത്ത് നട്ടിരിക്കുന്നതാണോ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നതാണോ എന്ന് നോക്കാം. ഇത് രണ്ടും ഒരു ദിവസം തന്നെയാണ് നിലത്തും ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ വരും ദിവസങ്ങളിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വളരെ ഈസി ആയിട്ട് ചീരകൃഷി ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ വളരെ എളുപ്പത്തിലുള്ള ചീരകൃഷിയുടെ ഒരു മെത്തേഡെന്ന് പറയുന്നത്. ഈ ഒരു രീതി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട്, ഒരു കൃഷി റിലേറ്റഡ് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ടു ആൾ. സീ യു ദ നെക്സ്റ്റ് ഡേ.